ഇപ്പം പറയാൻ വന്നത്, നമുക്ക് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു എങ്കിലും മരണത്തിന് ഇടയാക്കുന്ന മരണശിക്ഷ കിട്ടാൻ തക്കവണ്ണമുള്ള പാപം ചെയ്താൽ മാത്രമേ ഈ ദൈവം നിയമിച്ച സമയത്തിന് മുമ്പ് നമ്മളെ ലോകത്തിൽ നിന്ന് മാറ്റത്തുള്ളൂ. ചിലരൊക്കെ പോയത് അങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ പോയതെല്ലാം അങ്ങനെ പോയതാന്ന് പറയുകയും ചെയ്യരുത്. യാക്കോബ് അപ്പോസ്തലൻ നല്ല ചെറുപ്പപ്രായത്തിലാണ് പോയത്. സ്തെഫാനോസ് നല്ല ചെറുപ്പത്തിലാണ് പോയത്. പത്രോസ് വളരെ പ്രായം ചെന്നാ പോയത്. അതൊന്നും മരണശിക്ഷ, അതെ, ആ മരണത്തിനുള്ള പാപം ചെയ്തിട്ട് പോയത്. ചില ആൾക്കാർക്ക് നേരത്തെ കർത്താവ് ഈ 70 വയസ്സ് കൊണ്ട് ചെയ്യേണ്ട ജോലി 30 വയസ്സ് കൊണ്ട് ചെയ്ത് തീർത്താൽ അവരെ നേരത്തെ അങ്ങ് വിളിക്കും കർത്താവ്. അത്രയും ഡീറ്റെയിലായിട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ മരണത്തിനുള്ള പാപം ഇങ്ങനെ ചിന്തിച്ചാൽ മതി, മരണത്തിനുള്ള പാപം ചെയ്താൽ മാത്രമേ ദൈവം നിയമിച്ച സമയത്തിന് മുമ്പേ ലോകത്തിൽ നിന്ന് ആയുസ് വെട്ടിച്ചുരുക്കി നമ്മളെ ലോകത്തിൽ നിന്ന് മാറ്റത്തുള്ളൂ. ഇനി തന്നെ കയറിപ്പോകുന്ന ചിലരുണ്ട്. അതിന് ദൈവം നിലമോളി ചോദിച്ചതുപോലെ തന്നെ കയറിപ്പോകുന്ന ചിലരുണ്ട്. അത് അറിയാമോ എങ്ങനെ തന്നെ കയറിപ്പോകുന്നെന്ന്? വിഷമടിച്ചും തൂങ്ങിച്ചത്തും ഒക്കെ പോകുന്നവരുണ്ട്. ആത്മഹത്യ. അതിന് ദൈവം ഉത്തരവാദിയല്ല. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ ഈ കാരാഗ്രഹത്തിൽ പൗലോസും ശീലാസും കിടന്ന് പാടി ആരാധിച്ചു. ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി, അവരുടെ ചങ്ങലകളെല്ലാം അഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അവരുടെ ബന്ധിതരായിരുന്ന എല്ലാവരും അത് സ്വതന്ത്രരായി. അപ്പം കാരാഗ്രഹപാണി വിചാരിച്ചു എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞപ്പം സകല കുറ്റവാളികൾ ഓടിപ്പോയി കാണുമെന്ന്. തന്നെ ഏൽപ്പിച്ചിരിക്കുക കുറ്റവാളികളെ മുഴുവനും. അവരെല്ലാം ഓടിപ്പോയെങ്കിൽ അതിൻ്റെ എല്ലാം സമാധാനം പറയേണ്ടത് കാരാഗ്രഹ പ്രമാണിയാണ്. അദ്ദേഹം വാളെടുത്ത് തന്നെത്താൻ കൊല്ലാനായിട്ട്, ആത്മഹത്യ ചെയ്യാനായിട്ട്, തന്നെ വെട്ടിക്കൊല്ലാൻ, കഴുത്തെ ഒരു വെട്ട് കൊടുത്തോ, വയറ്റിലൊരു കുത്തു കൊടുത്തോ, തന്നെ കൊല്ലാനായിട്ട് താൻ എന്ത് ചെയ്തു? വാളെടുത്തു. ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കിക്കേ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം. കാരാഗ്രഹ പ്രമാണി ഉറക്കുണർന്ന് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പൊയ്ക്കളഞ്ഞു എന്നൂഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. ആമേൻ. 16-ാം അധ്യായത്തിന് 27-ാം വാക്യമാണ് വായിച്ചത്. കാരാഗ്രഹ പ്രമാണി ഉറക്കം ഉണർന്ന് കാരാഗ്രഹത്തിന്റെ വാതികൾ തുറന്നിരിക്കുന്നത് കണ്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. ഉടനെ ആത്മഹത്യ ചെയ്യുന്നവർക്കൊരു ദൂത് 28-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു. വാളെടുത്ത് തന്നെത്താൻ കൊല്ലാൻ നോക്കിയവനോട് പൗലോസ് പറഞ്ഞ വാക്ക് ദൈവവചനമാണ്. നിനക്ക് നീയായിട്ട് ഒരു ദോഷവും ചെയ്യരുത്, നിനക്ക് ഒരു ദോഷവും. അപ്പൊ തന്നെത്താൻ ചാകുക എന്ന് പറഞ്ഞാൽ, ആത്മഹത്യ ചെയ്ത് ചാകുക എന്ന് പറഞ്ഞാൽ വറചട്ടിയിൽ നിന്ന് എരുതിയിലോട്ട് വീഴുക എന്നൊരു പറച്ചിലുണ്ട്. അതിന് തുല്യമാണ്. ജീവിതത്തിലെ ഏതെങ്കിലും പ്രതിസന്ധി നിമിത്തമായിരിക്കും ചിലർ പറയുന്നത് അങ്ങ് ചത്തുകളയാമെന്ന്. കഴിഞ്ഞ ദിവസം ഒരാളെന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, നരകത്തിൽ പോകുന്ന പേടി കൊണ്ട് അല്ലെങ്കിൽ ഞാൻ എന്നേ മരിച്ചേനേമായിരുന്നു എന്നോട് പറഞ്ഞതാ. പിന്നെ ഞാൻ അതിൻ്റെ പരിഹാരമൊക്കെ പറഞ്ഞു കൊടുത്തു ഫോണിൽ കൂടെ. പല ദൈവമക്കൾ പോലും മരിക്കാതിരിക്കുന്നത് നരകത്തിൽ പോകുമെന്ന് പേടിച്ച പലർക്കും മരിക്കാൻ ആഗ്രഹമാണ്. എനിക്ക് തോന്നുന്നത് തന്നെത്താൻ മരിച്ചാൽ നരകത്തിൽ പോകത്തില്ലായിരുന്നെങ്കിൽ പെന്തക്കോസുകാരൻ്റെ വീട്ടിലെ പട്ടി വരെ ആത്മഹത്യ ചെയ്തേന്. കാരണം അവിടെ ജീവിതത്തിൽ അതുപോലെ പ്രശ്നങ്ങളുണ്ട്. എന്നാ അങ്ങ് പോയേക്കാം. പോകരുത് കേട്ടോ. അങ്ങനെ ആത്മഹത്യ ചെയ്തു പോകുന്നതിനെ കുറിച്ച് ഞാൻ ദൃഷ്ടാന്തം പറഞ്ഞത് കേട്ടായിരുന്നോ? വറചട്ടിയിൽ നിന്ന് എരുതിക്കകത്തോട്ട് വീഴുന്നതിന് തുല്യം. വീട്ടിലെ പ്രശ്നം അല്ലെ നാട്ടിലെ പ്രശ്നമെന്ന് പറയുന്നത് വറചട്ടി. വറചട്ടി എന്ന് പറഞ്ഞാൽ പിടി കിട്ടിയോ? അടുപ്പത്ത് വെച്ചിരിക്കുന്ന വലിയ ഇരുമ്പിൻ്റെ ചട്ടി. ഇരുമ്പിൻ്റെ ചട്ടി അടിയിൽ ആഴി കൂട്ടി ഇതങ്ങ് കയറ്റി വെച്ചിരിക്കുന്ന ഒരുത്തനെ പിടിച്ച് അതിനകത്ത് അങ്ങ് ഇട്ടെന്ന് വിചാരിച്ചു. എന്തോ ഒരു സുഖമായിരിക്കും അതിനകത്തെ കിടപ്പല്ലേ.
അതിനകത്തുനിന്ന് രക്ഷപ്പെടാനായിട്ട് എടുത്തു ചാടിയത് ഒരു വലിയ ആഴിക്കകത്തോട്ടാണെങ്കിലോ, ഇവിടുത്തെ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ആത്മഹത്യ ചെയ്താൽ നിത്യ നരകത്തിലേക്കാണ് വീഴാൻ പോകുന്നത്. അവിടെ വീഴുമ്പം വിചാരിക്കും, എന്ത് മനസ്സിൽ പറയും, അയ്യോ ഇതിലും നല്ലത് അവിടെ മതിയായിരുന്നെന്ന്. പക്ഷേ ഇനിയിപ്പം നടക്കുമോ? നടക്കത്തില്ല. അങ്ങനെ പോയി അവിടെ കിടന്ന് കുഴയുന്ന ഒത്തിരി എണ്ണമുണ്ട് കേട്ടോ, ഭയങ്കരം. സ്തോത്രം. അപ്പോൾ ആത്മഹത്യക്ക് ദൈവം ഉത്തരവാദിയില്ല. നമുക്ക് വേണമെങ്കിലും ദൈവഹിതത്തിൽ നിന്ന് മാറി ചിലത് ചെയ്യാം. അതാണ് പാപം എന്ന് പറയുന്നത്. ഹമാറ്റിയ, ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് മാറി ചെയ്യുന്നതിനെയാണ് പാപം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പറഞ്ഞു വന്നത്, ദൈവം നമുക്ക് ഒരു ആയുസ് തീരുമാനിച്ചാണ് നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ആ ആയുസ് തീരാതെ നമ്മൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടത്തില്ല. ഇനി നമ്മൾ എപ്പം പോകണമെന്ന് തീരുമാനിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഒരു മരണത്തെ അയക്കുന്നത്, മരണദൂതനെ അയക്കുന്നത് ദൈവമാണ്. ഇന്നലെ നമ്മൾ കണ്ടു, മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ നീക്കിയിട്ട്, യേശുപ്പച്ചന്റെ മരണത്തിലൂടെ നീക്കിയിട്ട്, യേശു കർത്താവ് മരണത്തിന്റെ അധികാരിയായി. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പത്മോസ് ദ്വീപിൽ ആയിരിക്കുന്ന യോഹന്നാനോട് കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, യോഹന്നാനെ ഭയപ്പെടണ്ട, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ വശമാണുള്ളത്. മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ, അവനെ നീക്കിയ രീതിയൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ യേശുപ്പച്ചന്റെ മരണത്തിലൂടെ നീക്കിയിട്ട്, അർഹതയില്ലാത്തവനെ അവൻ കൊല്ലാൻ അനുവദിച്ചതിലൂടെ അവനെ നിഷ്കാസനം ചെയ്തു അധികാരത്തിൽ നിന്ന് നീക്കിയിട്ട്. ആ മരണത്തിന്റെ അധികാരം കർത്താവ് ഏറ്റുവാങ്ങി. ഇപ്പോൾ ഇനിയും മേലാൽ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ദൈവത്തിന്റെ കയ്യിലാണ്, യേശുപ്പച്ചന്റെ കയ്യിലാണ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. താക്കോലെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കർത്താവിൻ്റെ ഒരു ചാവി ഉണ്ടെന്നല്ല. ഒരിടത്ത് യേശുപ്പച്ചൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗം കേട്ടോണ്ടിരുന്ന യഹൂദന്മാർക്ക് പിടിച്ചില്ല. അവർക്ക് കുത്തുകൊള്ളാൻ തുടങ്ങി. അവരെ ഏതാണ്ടൊക്കെ കുറ്റം പറയുന്ന പോലെ തോന്നി. ശരിയായ പ്രസംഗം പാപബോധം ഉണ്ടാക്കുന്നതാണ്, കുറ്റബോധം ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നത് പ്രസംഗിക്കുന്ന ആളിനോട് വൈരാഗ്യപ്പെടുക എന്നുള്ളതല്ല, മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്തവർക്ക് ഒരു ചിന്തയുണ്ട്, പ്രസംഗിയാരെ അങ്ങ് കൊന്നു കളഞ്ഞാൽ പിന്നെ കാര്യം അങ്ങ് നേരെയാകും. ഇന്നലെ കണ്ടില്ലേ, പ്രസംഗിയാരെ കൊന്നതിൻ്റെതായി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, യേശുപ്പച്ചനെ കൊന്നതിൻ്റെതായി ഇപ്പോൾ എല്ലാവരും കൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നീ ബാക്കി അനുഭവിക്കാനും പോകുന്നത്. പിന്നെ നമുക്കത് രക്ഷയമായി, അത് വേറൊരു ഭാഗം. കർത്താവിന് സ്തോത്രം. കർത്താവ് മരിച്ചത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. കർത്താവിൻ്റെ മരണത്തിലൂടെയാണ് ദൈവം നമ്മെ രക്ഷിച്ചത്. പോകട്ടെ, അത് വേറൊരു ഭാഗം. കർത്താവിന് സ്തോത്രം. അപ്പോൾ യഥാവെടുത്ത് പ്രസംഗിച്ചുകൊണ്ട് ഇവർക്ക് പ്രസംഗം പിടിച്ചില്ല. അവരെന്തറിയാമോ, അതിൽ ഒരാൾ യേശുവിന്റെ ചെവിയിലോട്ട്, ഇപ്പൊ ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് പ്രസംഗം പിടിച്ചില്ലെങ്കിൽ ഒരുത്തം വന്ന് എൻ്റെ ചെവിയിലോട്ട് സംസാരിക്കുന്നെന്ന് പറയുന്ന പോലെ കർത്താവിന്റെ ചെവിയിലോട്ട് വന്ന് പറഞ്ഞു, ഹേരോദാവ് നിന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് പ്രസംഗം നിർത്തിയിട്ട് വീട്ടിൽ പോക്കോളാൻ പറഞ്ഞേ. കർത്താവ് എന്തതിശയമേ ദൈവത്തിന് സ്നേഹം എന്നൊരു പാട്ടിട്ടേച്ച് ഓട്ടോ ഇവിടെ കിട്ടുമെന്ന് ചോദിച്ചില്ല, പെട്ടെന്ന് വീട്ടിൽ പോകാനായിട്ട്. കർത്താവിൻ്റെ ചെവിയിലോട്ട് തിരിച്ചങ്ങ് പറഞ്ഞ്, ആ കുറുക്കനോട് എന്ന് പറ, ഇന്നും നാളെ ഞാൻ ഇവിടെ പ്രസംഗിക്കുമെന്ന് പറയാൻ പറഞ്ഞു, മറ്റേന്നാൾ ഞാൻ സമാപിക്കുമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്തുവാ? തൻ്റെ പിതാവ് അനുവദിച്ച നാഴിക തീരുന്നത് വരെ ലോകം മുഴുവനും കൂടെ ഇളകി വന്നാലും എന്നെ ഒന്നും ചെയ്യാൻ ഇവരെ കൊണ്ട് കഴിയത്തില്ല. എന്നാൽ എൻ്റെ ദൈവം നിയമിച്ച സമയമായി കഴിഞ്ഞാൽ ഞാൻ പോയിരിക്കും.
അതും ലൂക്കോസിന്റെ വിശേഷത്തിൽ വാക്യമുണ്ട്. കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്ന രാത്രിയിൽ കർത്താവ് ഒരു ചോദ്യം പട്ടാളക്കാരോടും അവിടെ വന്ന യഹൂദന്മാരോടും ചോദിച്ചു. ഞാൻ കഴിഞ്ഞ കാലം ഇത്ര കാലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, പരസ്യമായിട്ടല്ലാതെ രഹസ്യമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആമേൻ. എന്നാൽ ഇപ്പോൾ ഒരു കള്ളന്റെ നേരെ വരുന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ എൻ്റെ നേരെ വരാൻ കാരണമെന്ത്? ഗ്രഹിച്ചോണം ഞാൻ ഈ പറയുന്നത്. അവർക്ക് മറുപടി പറയാൻ അറിയത്തില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ പറയാം മറുപടി. ഇത് ഇരുളിൻ്റെ ശക്തികൾക്ക് എൻ്റെ മേൽ അധികാരം നടത്തുവാൻ പിതാവ് നിയമിച്ച നാഴികയാണ്. അല്ലെങ്കിൽ നീ എന്നെ തൊടത്തില്ലായിരുന്നെന്നാ പറഞ്ഞത്. ഇപ്പോൾ എന്നെ ഇങ്ങനെ ചെയ്യണമെന്ന് പിതാവ് നിയമിച്ച സമയമായതുകൊണ്ടാ നിങ്ങൾ എന്നെ പിടിച്ചത്. അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഇപ്പോഴും ചെയ്യാൻ പറ്റത്തില്ല. ഇത് തന്നെ നമ്മളും പറഞ്ഞോണം. ലോകത്തിന് നമ്മെക്കുറിച്ച് പല ആഗ്രഹമുണ്ട്. നമ്മളൊക്കെ അങ്ങ് ചത്തുപോയാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇല്ലേ ഇവനങ്ങ് കൊന്നു കളഞ്ഞാൽ കൊള്ളായിരുന്നു ആഗ്രഹമുണ്ട്. നിങ്ങൾ ധൈര്യത്തോടെ നിന്ന് പറയണം. മരണത്തിനുള്ള പാപം ചെയ്തിട്ടില്ലെങ്കിൽ പറയണം, എൻ്റെ പിതാവ് എനിക്ക് അനുവദിച്ച നാഴിക തികയുന്നത് വരെ ആരെല്ലാം വിചാരിച്ചാലും എനിക്കൊരു ദോഷവും ചെയ്യാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. അവൻ നിയമിച്ച സമയം വരെ ഈ ഭൂമുഖത്ത് ഞാൻ കാണും. എന്റെ കർത്താവിനെ ഏൽപ്പിച്ച വേല ശക്തിയോടെ ചെയ്യും. ഞാൻ പാപം ചെയ്യാതിരുന്നാ മതി. മരണത്തെ വെല്ലുവിളിച്ച് ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. സാക്ഷാൽ ക്രിസ്തീയ ജീവിതം. ഉഴപ്പന്മാരുടെ കാര്യമല്ല പറയുന്നത്. പ്രമാണപ്രകാരം നിൽക്കുന്ന ദൈവമക്കൾ മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതമാണ്. ഞാൻ ആ പറഞ്ഞ ലൂക്കോസിലെ വാക്യം എടുത്ത് വായിച്ചേ. ഇരുപത്തിരണ്ടാം അധ്യായം, ലൂക്കോസ് 22, അതിന്റെ 52, 53 വാക്യങ്ങൾ. യേശു തന്റെ നേരെ വന്ന മഹാപുരോഹിതന്മാരോടും ദേവാലയത്തിലെ പടനായകന്മാരോടും മൂപ്പന്മാരോടും, ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ വാളും വടിയുമായി പുറപ്പെട്ടു വന്നുവോ? ഞാൻ ദിവസേന ദേവാലയത്തിൽ നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും എന്റെ നേരെ കൈ ഓങ്ങിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവുമാകുന്നു എന്ന് പറഞ്ഞു. ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവുമാകുന്നുവെന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് കിങ് ജെയിംസ് വേർഷൻ. മോളൊന്ന് വായിക്കാമോ? ഉറക്കെ ഒന്ന് വായിക്കാമോ? When I was with you daily in the temple, you did not try to seize me, but this is your hour and the power of darkness. ഇത് നിങ്ങളുടെ സമയമാണ്. ഇരുളിന് പ്രവർത്തിക്കാൻ അവിടെ മൂലഭാഷയിൽ ഒരു അല്പം കൂടെ ഉണ്ട്. എൻ്റെ പിതാവ് അനുവദിച്ച സമയമാണിത്. എന്നെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് എൻ്റെ പിതാവ് അനുവദിച്ച സമയമായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ പിടിച്ചത്. അല്ലെങ്കിൽ തൊടത്തില്ലായിരുന്നു. നാം ധൈര്യത്തോടെ പറ. അതുകൊണ്ടാണ് ഈ 1 Corinthians 16 അധ്യായത്തിൻ്റെ 13, 14 വായിക്കുന്നിടത്ത് പൗലോസ് ഒരു വാക്ക് പറയുന്നുണ്ട്, പുരുഷത്വം കാണിപ്പീനെന്ന്. വീട്ടിൽ പുരുഷത്വം കാണിക്കുന്നതല്ല സഹോദരിമാരെ, നമുക്കെതിരെ വെല്ലുവിളിക്കുന്ന പിശാചിൻ്റെ മുമ്പാകെ സ്ത്രീ പുരുഷ ഭേദമന്യേ നമ്മൾ പുരുഷന്മാരെ പോലെ നിൽക്കണം. മനസ്സിലായോ? പേടിപ്പിച്ചാ പേടിക്കല്ലേ. പുരുഷത്വം കാണിപ്പീൻ. സ്തോത്രം. പടകിനകത്ത് തലയിണ വെച്ച് കർത്താവ് ഉറങ്ങി. ശിഷ്യന്മാർ കിടന്ന് അലറി വിളിച്ചു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? കർത്താവ് ഉണർന്നിട്ട്, അയ്യോ ഞാനങ്ങ് ഉറങ്ങിപ്പോയി, നേരത്തെ വിളിക്കാൻ മേലായിരുന്നു പത്രോസേ എന്നാണ് പറഞ്ഞത്. കടലിനെ ശാസിക്കുന്നതിന് മുമ്പേ കർത്താവിനെ